ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 12. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. ശ്ലോകം 13. ആഹുസ്ത്വാമൃഷയഃ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ പ്രവീശിമേ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നി പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഇവിടെ ഭഗവാൻ ആധുനിക തത്വചിന്തകർക്ക് ഒരവസരം നൽകുകയാണ്. പരമപ്രഭു വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അർജുനൻ ഭഗവത്ഗീതയുടെ കഴമ്പായ ഈ അധ്യായത്തിലെ 4 ശ്ലോകങ്ങൾ കേട്ട ശേഷം സർവസംശയങ്ങളും തീർന്ന് കൃഷ്ണനെ പരമപുരുഷനായി അംഗീകരിച്ചുകൊണ്ട് ഘോഷിക്കുന്നു, അങ്ങ് പരബ്രഹ്മമാണ്, പരമപുരുഷനാണ്. ചരാചരങ്ങളുടെ എല്ലാം ഉത്പത്തി തന്നിൽ നിന്നാണെന്ന് മുമ്പ് തന്നെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദേവന്മാരും മനുഷ്യരും അവിടുത്തെ ആശ്രിതരാണ്. മനുഷ്യരും ദേവഗണങ്ങളും അജ്ഞാനം കൊണ്ട് തങ്ങൾ പരമപുരുഷനായ ഭഗവാനിൽ നിന്ന് ഭിന്നരാണെന്നും സ്വതന്ത്രനാണെന്നും വിചാരിക്കുന്നു. ഭഗവത് സേവന പ്രക്രിയയാൽ ആ അജ്ഞാനം നീങ്ങിപ്പോകുമെന്ന് കൃഷ്ണൻ മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ കൃഷ്ണന്റെ കനിവ് മൂലം അർജുനന് വൈദികാജ്ഞയുടെ പിൻബലത്താൽ അദ്ദേഹത്തെ പരമതത്വമായി അംഗീകരിക്കാൻ കഴിയുന്നു. കൃഷ്ണൻ തൻ്റെ ആത്മമിത്രമായതുകൊണ്ട് അർജുനൻ അദ്ദേഹത്തെ നിരപേക്ഷ തത്വമെന്നും പരമപുരുഷനെന്നും മറ്റും മുഖസ്തുതി പറയുകയല്ല. അർജുനന്റെ ഈ വാക്കുകൾക്ക് വേദപ്രാമാണ്യമുണ്ട്. ഭക്തിയോടെ സേവന നിരതനായിരിക്കുന്നവനെ ഭഗവാനെ അറിയാൻ കഴിയൂ എന്നതാണ് വൈദികാജ്ഞ. മറ്റാർക്കും അത് സാധ്യമല്ല. ഈ ശ്ലോകത്തിലെ അർജുനൻ പറയുന്ന ഓരോ പദവും വേദങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരബ്രഹ്മമാണ് ചരാചരങ്ങളുടെയെല്ലാം വിശ്രമസ്ഥാനമെന്ന് കേനോപനിഷത്തിൽ കാണുന്നു. എല്ലാം എന്നിൽ വിശ്രമിക്കുന്നുവെന്നും കൃഷ്ണനും പറയുന്നുണ്ട്. എല്ലാറ്റിനും വിശ്രമസ്ഥാനമായ പരമപുരുഷനെ സാക്ഷാത്കരിക്കാൻ നിരന്തരം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവർക്കേ സാധിക്കൂ എന്ന് മുണ്ടകോപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്തിയുത സേവനത്തിൻ്റെ ഒരു പ്രക്രിയയാണ് നിരന്തരമായ കൃഷ്ണാനുസ്മരണം. കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് തൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനും ഭൗതിക ശരീരത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാനും സാധിക്കൂ. പവിത്രരിൽ വെച്ച് പവിത്രനാണ് പരമപുരുഷനായ ഭഗവാനെന്ന് വേദങ്ങൾ വാഴ്ത്തുന്നു. കൃഷ്ണന്റെ ഈ അത്യന്ത പവിത്രത മനസ്സിലാക്കിയവർ പാപങ്ങൾ നീങ്ങി വിശുദ്ധരാകുന്നു. ഭഗവാന് സ്വയം സമർപ്പിതരാകാതെ ആർക്കും പാപപ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിയാനാവില്ല. അർജുനൻ ഇവിടെ വേദാനുസൃതമായ കൃഷ്ണന്റെ പരമപവിത്രത അംഗീകരിക്കുന്നു. നാരദാദികളായ എല്ലാ മഹാത്മാക്കളെയും പോലെ തന്നെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണനെ എപ്പോഴും ധ്യാനിക്കുകയും അദ്ദേഹവുമായുള്ള തൻ്റെ ദിവ്യമായ ബന്ധത്തെ ആസ്വദിക്കുകയും വേണം. പരമമായ സത്യയത്രേ കൃഷ്ണൻ. ശാരീരിക ആവശ്യങ്ങളോ ജനന മരണങ്ങളോ അദ്ദേഹത്തിനില്ല. അർജുനൻ മാത്രമല്ല, വൈദിക കൃതികളെല്ലാം പുരാണങ്ങളും ചരിത്രങ്ങളും ഇത് ഊന്നി പറയുന്നുണ്ട്. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഭഗവാൻ സ്വയം അരുളി ചെയ്യുന്നു, എനിക്ക് ജനനമില്ല. ധാർമ്മിക തത്വങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭഗവാനാണ് പരമമായ ഉദ്ഭവസ്ഥാനം. എല്ലാ കാരണങ്ങളുടെയും കാരണമായ ഭഗവാന് വേറൊരു കാരണമില്ല എന്ന് മാത്രമല്ല, എല്ലാം ഭഗവാനിൽ നിന്ന് ഉദ്ഭവിക്കുന്നതുമാണ്.
ഈ പരിപൂർണ ജ്ഞാനം പരമപുരുഷന്റെ കരുണയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അർജുനൻ ഇവിടെ പറയുന്നതെല്ലാം ഭഗവത് കാരുണ്യത്താൽ മാത്രമാണ്. നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 ശ്ലോകങ്ങളിലെയും പ്രസ്താവനകൾ അതേപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെയാണ് പാരമ്പര്യം അഥവാ ഗുരുശിഷ്യ പരമ്പരാരീതി എന്ന് പറയുന്നത്. ഈ ഗുരുശിഷ്യ പരമ്പരയിൽപ്പെടാത്തവർക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം ഇതിന് പറ്റിയതല്ല. നിർഭാഗ്യവശാൽ ആധുനിക വിദ്യാഭ്യാസത്താൽ അഹങ്കരിക്കുന്നവർ വേദഗ്രന്ഥങ്ങളിൽ നിരവധി വ്യക്തമായി തെളിവുകൾ ഉണ്ടായിട്ടും കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയാണെന്ന് പിടിവാശി മൂലമുള്ള ഉറച്ച വിശ്വാസം വച്ചു പുലർത്തുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.